മനോരമ സീ വോട്ടർ സർവേയിൽ പിണറായി ഗവൺമെന്റിനെതിരായ ശക്തമായ വികാരമുണ്ട് എന്നും 53% പേർ ഈ ഭരണം മാറണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു എന്നുമാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി 3-0 എന്നത് അസാധ്യമാണ് എന്ന രൂപത്തിലാണ് സർവേകൾ വന്നത്. ഇതുപോലെ മറ്റ് നിരവധി സർവേകൾ NDTV അടക്കമുള്ള സർവേകൾ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ സർവേകളിലും ഇടതുപക്ഷം അധികാരത്തിന് പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. UDFന് മേൽക്കൈ കാണിക്കുന്നതാണ് സർവേകൾ. സർവേകളെ പറ്റി പൊതുവെ പറയുമ്പോൾ ഞാൻ അത്ര വലിയ വിശ്വാസമുള്ള ആളല്ല. കാരണം സർവേക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമത്, സർവേയുടെ സാമ്പിൾ വളരെ പ്രധാനമാണ്. കേരളം പോലെ വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ചില പ്രദേശങ്ങളിൽ വളരെ കൂടുതൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ ആളുകൾ ഉണ്ടാവാം, പാർട്ടിക്ക് അനുകൂലമായ ആളുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അത് സ്കാറ്റേഡ് യൂണിഫോമായ ഒരു സാമ്പിളിംഗ് എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ സാമ്പിളിങ്ങിന്റെ മെത്തേഡും അതിൻ്റെ സൈസും സർവേയുടെ ഫലങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. രണ്ടാമത്, സർവേ പൊതുവെ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ യോഗ്യതകളും അയോഗ്യതകളും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാറുണ്ട്. അത് സർവേയിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സർവേ നമുക്ക് ചിലപ്പോൾ തെറ്റായി വരാം. മൂന്നാമത്തെ വിഷയം, സർവേകൾ എടുക്കുന്നവർക്ക് താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മുന്നണിയെ പാർട്ടിയെ ജയിപ്പിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും സർവേ നടത്തുന്നവരുണ്ട്. നമുക്ക് അത് മാറ്റിവെക്കാം, അതിൻ്റെ സാങ്കേതികത്വ വിഷയങ്ങളൊക്കെ മാറ്റിവെക്കാം. എല്ലാ സർവേകളും ഏതാണ്ട് ഒരുപോലെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നു, UDFന് അധികാരം കിട്ടുമെന്ന് പറയുന്നു. ഏറ്റക്കുറച്ചിലുകൾ സീറ്റിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇത് കേരളത്തിൽ വലിയ സർവേ ഒന്നും ഇല്ലാതെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 10 വർഷം തികയ്ക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പൊതുവെ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ചില സൂചനകൾ, ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പതിപ്പല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരു പരിധി വരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന സത്യമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 80-85 സീറ്റോളം UDFനും 50 സീറ്റിനടുത്ത് 50-52 സീറ്റിനകത്ത് LDFനും 2-3 സീറ്റ് BJPക്കും കിട്ടുന്നുവെന്നാണ് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ള കണക്ക്. ജില്ലാ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും നഗരസഭകളുടെയും ഒക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാറ്റേൺ ഇങ്ങനെ തന്നെ നിന്നോളണമെന്നില്ല. ഒരു പക്ഷേ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവർ കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ പിണറായി സർക്കാർ മൂന്നാമത് അല്ലെങ്കിൽ ഇടത് സർക്കാർ മൂന്നാമത് വരേണ്ടതില്ല എന്നാണ് തരംഗം എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ UDFന് കിട്ടും. ആ തരംഗം ഡൈഡൗൺ ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷിഫ്റ്റ് ഉണ്ടാകുകയും ചെയ്താൽ അത് കടുത്ത മത്സരത്തിലേക്ക് പോകും. കടുത്ത മത്സരത്തിലേക്ക് പലയിടങ്ങളിലും ഇപ്പോഴും പോകും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് LDF ജയിച്ച ഒരു സീറ്റിൽ UDFന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ അത് കടുത്ത മത്സരമായിരിക്കും. കഴിഞ്ഞ തവണ 99 സീറ്റാണ് LDF നേടിയത്. അതിൽ എത്ര സീറ്റിൽ കടുത്ത മത്സരം ഏർപ്പെടുത്താൻ UDFന് കഴിയും, എത്ര സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന രീതിയിൽ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പോൾ കഴിഞ്ഞ തവണ LDFന് അനുകൂലമായൊരു വികാരമുണ്ടായി, പ്രത്യേകിച്ചും കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. ആ വികാരത്തിന് എതിർവികാരമാണ് ഉണ്ടാവുന്നതെങ്കിൽ സീറ്റിൻ്റെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാവും. മാത്രമല്ല, കേരളം പോലൊരു സ്ഥലത്ത് പല സ്ഥലത്തും ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ വലിയ വിഭാഗം വോട്ട് BJPക്കും NDAക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ആ വോട്ട് എവിടെ നിന്ന് പോകും? പൊതുവെ BJPയുടെയോ NDAയുടെയോ വോട്ട് കൂടിയാൽ അത് UDFന് നഷ്ടം എന്നാണ് പറയാറുള്ളതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നാം കാണുന്ന ഒരു ട്രെൻഡ്, NDAക്ക് വോട്ട് കൂടുമ്പോൾ അവിടെ LDFന്റെ വോട്ട് കുറയുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ LDFിൽ നിന്നും CPMൽ നിന്നും പ്രധാനമായി വലിയ തോതിൽ വോട്ട് NDAയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചിലയിടങ്ങളിലൊക്കെ ആ ധാരണ പ്രകടമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കണക്കാക്കുമ്പോൾ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് തുടക്കത്തിൽ ഫേവറേറ്റ്സ് നമ്മൾ പറയില്ല, ഒരു കളി തുടങ്ങുമ്പോൾ ആരാണ് ഫേവറേറ്റ്സ് എന്ന് പറയും. ആ ഫേവറേറ്റ്സ് എന്ന അർത്ഥത്തിൽ UDFനുണ്ട്. പിന്നെയും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാവുന്ന മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് UDFനകത്തെ
ഇപ്പോൾ സീ വോട്ടർ സർവേ തന്നെ പറയുന്ന ഒരു കാര്യം, ഏതെല്ലാം കാരണങ്ങളാലാണ് LDF എതിരാവുന്നത് വികാരം എന്ന് പറയുന്നത്. അതിൽ ശബരിമലയൊക്കെ അവർ ഒടുവാണ് പറയുന്നത്. അതിനേക്കാളൊക്കെ വലിയ വികാരങ്ങൾ LDF എതിരായിട്ടുണ്ട്. കാരണം ഇതിലെ മന്ത്രിമാരുടെ ശേഷി കുറവുണ്ട്, ഇതിലെ ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. സംഗതി വലിയ പരസ്യം നടത്തുന്നു, വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് ആക്സസ്, അടുപ്പം കിട്ടാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഏകാധിപത്യപരമായ പ്രവണതയുണ്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, മുഖ്യമന്ത്രിയുടെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. മറുവശത്ത് UDF സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ ശേഷി വളരെ ദുർബലമാണ്, ഒരു സംശയമില്ല. CPM-ഉമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ, ലീഗിനെ കുറച്ചുകൂടി ബെറ്ററായി. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കോൺഗ്രസിന്റെ തന്നെ സർവേകളും അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വശം. രണ്ടാമത്തെ പ്രധാന വശം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു വികാരം വരികയാണെങ്കിൽ ഈ സംഘടനാ പ്രശ്നങ്ങൾ മറികടക്കും എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. അതുകൊണ്ട് സീ വോട്ടർ അടക്കമുള്ള സർവേകളിൽ പറയുന്ന കാര്യം, ഇപ്പൊ കോൺഗ്രസിനകത്തെ അനൈക്യം വളരെ കുറവാണ് എന്ന് സീ വോട്ടർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് UDF ഒരു മേൽക്കൈ എന്ന് പറയുന്നത്. ഈ മേൽക്കൈ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. കാരണം കേരളത്തിൽ 4-5% വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്ന സ്ഥലമാണ് കേരളം. കാരണം ചെറിയ മാർജിനിലാണ് പല സ്ഥലത്തും ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ മൊത്തം അഭിപ്രായത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ, ഇടതുപക്ഷത്തിനെതിരായ ഒരു ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ UDF വിജയസാധ്യതയുണ്ട് എന്ന് പറയാൻ വലിയ സർവേയുടെ ഒന്നും ആവശ്യമില്ല.